ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പുതുറ വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നോമ്പുതുറ വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതിലിതാ ഒരു എരിവുള്ള ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മധുരമുള്ള ഒരു ഐറ്റം ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ്. നല്ല അടിപൊളി ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് രണ്ട് റെസിപ്പിയും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള മറ്റു റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ മധുരപലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, അതുപോലെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ, ഏകദേശം 100 ml കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ 1/2 കപ്പാട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വെള്ളത്തിനനുസരിച്ചാണ് മൈദപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം 1/2 കപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതിലോട്ട് ഇനി ഒരു 15 മിനിറ്റ് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും 1 കപ്പ് മൈദപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പൊടികൾ സാവധാനം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 1.5 കപ്പ് ചേർത്തു. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ചേർക്കുന്നത് ഒരു മുട്ട കേട്ടോ. മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇനി ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3 കപ്പ് അളവിൽ 3 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. 3 ചിലപ്പോൾ കുറച്ച് കൂടും അല്ലെങ്കിൽ ഇച്ചിരി കുറയും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇനി അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് കുഴക്കൊന്നും വേണ്ട, വെള്ളം ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒട്ടുന്ന ഈ ഒരു ടൈപ്പ് ഡോ ആട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു എണ്ണ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത്യാവശ്യം കയ്യിൽ ഒട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഇതൊന്ന് ഇതിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഡബിൾ സൈസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 1 അവർ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ അതോടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ചിക്കൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല 1/4 ടീസ്പൂണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇനി ചേർക്കാനുള്ളത് ചെറുനാരങ്ങയുടെ നീരാണ്. അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ആട്ടോ, 1 ടീസ്പൂൺ നിറയുണ്ട് യോഗട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിലോട്ട് ടിക്ക മസാലയാണ് ചേർക്കുന്നത്. ടിക്ക മസാലയുടെ ഒരു ഫില്ലിംഗ് ആണ് നമ്മുടെ ക്രീം ബോക്സിന് കൊടുക്കുന്നത്. അപ്പോൾ ടിക്ക മസാല ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും എരിവുണ്ടാവും. പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റെസിപ്പിയിലോട്ടുള്ള ഡോ ആണ് ഇനി റെഡിയാക്കി എടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 250 ml പാലെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത് മുട്ടയാണ്. 1 മുട്ട മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് വെച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഓയിലാണ്. ഓയിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏതാ വേണ്ടത് വെച്ചാൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. അത് 1 കപ്പാട്ടോ. കപ്പ് സൈസ് പറഞ്ഞാൽ 200 ml കപ്പാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം മിക്സിയിലിട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലോട്ട് മാറ്റുന്നുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയുന്നത്. അപ്പോൾ അതവിടെ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഫില്ലിങ്സ് ഇവിടെ റെഡി ആക്കണമല്ലോ. അപ്പോൾ അതുവരെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഉള്ളിയിലോട്ട് വേണ്ട ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1/2 ടീസ്പൂണിനുള്ളൂ, രണ്ടും കൂടെ 1/2 ടീസ്പൂൺ അളവിനുള്ളൂ. അപ്പോൾ അതിലോട്ട് ചേർക്കുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിലോട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അവിടെ വിട്ടുപോയി, അപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സമയം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്.
ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് ടിക്ക മസാലയുടെ ഒരു ഫ്ലേവറിലാണ് നമ്മുടെ ക്രീം ബോക്സ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടിക്കയുടെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ക്യാരറ്റാണ്. അതൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. ഗ്രേറ്റ് ചെയ്തിടുക അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുക എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ അതാ ഇനി ക്യാരറ്റ് ഒരു മിനിറ്റ് സമയം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വേവണോ അല്ലെങ്കിൽ ഇടയിൽ ചെറിയ കടിക്കുന്ന പരിവാകണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മിനിറ്റ് സമയം ഞാൻ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ക്രീം ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്താൽ ആദ്യം ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതോടെ തണുക്കാൻ വെക്കുക. അപ്പോൾ ഇനി ചെയ്യുന്നത് ക്രീപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, പിന്നീടൊന്നും ഓയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ പാൻ ഓവറായിട്ട് ഹീറ്റ് ആയത് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കനം കുറഞ്ഞ ക്രീപ്പ് റെഡിയാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാനും നന്നായിട്ട് ചൂടാണെങ്കിൽ അത്യാവശ്യം കട്ടിയിലായിരിക്കും ക്രീപ്പ് കിട്ടുക. മാക്സിമം കനം കുറച്ചിട്ട് തന്നെ ക്രീപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഇളം ചൂട്ടിൽ വെച്ചാൽ മതി. പിന്നീട് നമ്മൾ ഒഴിച്ചതിന് ശേഷം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ മാക്സിമം കട്ടില്ലാതെ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ 8 ക്രീപ്പാണ്. നമ്മുടെ പാൻ്റെ സൈസിനനുസരിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലും ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രീപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഒഴിക്കുന്ന ക്രീപ്പിൻ്റെ കട്ടിക്കനുസരിച്ചൊക്കെ കേട്ടോ. ഞാൻ ഈ ഒരളവനുസരിച്ച് 8 കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ എല്ലാതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ റെഡി ആയത് നല്ല ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിൽ കവർ ചെയ്തേക്കുക. കാസറോളിലൊക്കെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോവും. ആ ചൂട് തട്ടിയിട്ടുണ്ടാകുന്ന ഈർപ്പുണ്ടല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്രീപ്പ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മൾ മധുരപലഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കസ്റ്റേർഡിൻ്റെ ആ ഒരു ഇതിലോട്ടുള്ള കസ്റ്റേർഡ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ml പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 300 ml മുഴുവനായിട്ട് അതിലോട്ട് ചേർത്തിട്ടില്ല. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കസ്റ്റേർഡും കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് വയ്ക്കുന്നുണ്ട്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്ര വെച്ചാൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തീ കുറച്ച് വെക്കുക, അതിലിടരുത്. പെട്ടെന്ന് കസ്റ്റേർഡ് ബേണായി പോവും, കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അതും തണുക്കാനോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഡോയുടെ അളവ് ഞാൻ കറക്റ്റായിട്ട് 1/2 കപ്പ് 100 ml ഇളം ചൂടുള്ള വെള്ളം, അതുപോലെ തന്നെ 100 ml ഇളം ചൂടുള്ള പാലുമാണ് എടുത്തിട്ടുള്ളത്. പൊടി ഒരു 2.5 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറേശ്ശെ നോക്കിയിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ 2-3 ടേബിൾ സ്പൂൺ കുറയാം, അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കൂടും. അപ്പോൾ നോക്കിയിട്ട് കുഴക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ പരത്തിയിട്ട് ഈ ഒരു കട്ടിയിൽ പരത്തിയിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് വീണ്ടും ചെറിയ സ്ക്വയറായിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മിനി പീസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോൾ, ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ബോളാക്കുന്ന പോലെ ചെറിയ ബോൾ വെച്ചിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ജസ്റ്റ് നടുവിലൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ക്വയറിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടുവിലൊരു കുഴിയാക്കുന്ന രീതിയിലാട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ സൈഡിൽ എഡ്ജിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ബാക്കി വന്ന മാവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ട്രേയിലോട്ട് മാറ്റുന്നുണ്ട്. ചെറിയ പീസാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാവ് അതുപോലെ തന്നെ നമുക്ക് കുഴച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമല്ലോ, വലിയ പിസ്സയുടെ ആ ഒരു ക്രസ്റ്റിൻ്റെ പോലെ പരത്തിയെടുത്തിട്ട് നടുവിൽ ഇതുപോലെ കസ്റ്റേർഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാവ് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ അതേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ഈ ഒരു തിക്നെസ് നമ്മൾ ഓവറായി തിക്നെസ്സായി കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കട്ടിക്ക് തന്നെ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ സ്ക്വയർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ട്രേയിലോട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ഇട്ട് കൊടുക്കട്ടോ വേണ്ടത്. കസ്റ്റാർഡ് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാത്തിൻ്റെ മുകളിൽ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ് വാഷും ചെയ്യുന്നുണ്ട് കേട്ടോ. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തത്. പക്ഷേ അതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് നമ്മുടെ ക്രീപ്പാണ്. നമുക്കിനി അടുത്ത ക്രീപ്പ് ബോക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രീപ്പ് അതുപോലെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ്റെ ഫില്ലിങ് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ചീസും കൂടെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയുടെ ആ ഒരു ഗ്ലൂ ഇതിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പില്ലോൻ്റെ ആകൃതിയിലാട്ടോ അത് മടക്കിയെടുക്കുന്നത്. ഇത് തന്നെ നമുക്ക് സമൂസായിട്ടും പല ആകൃതിയിലും റെഡിയാക്കി എടുക്കട്ടെ, സമൂസയുടെ ആകൃതിയിലൊക്കെ. അപ്പോൾ അതാ ഈ ബ്രൗൺ കളർ വരുന്ന ഭാഗത്ത് ഫില്ലിങ് വെക്കാൻ നോക്കട്ടോ. നമ്മുടെ ക്രീപ്പിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ ബ്രൗൺ കളർ എന്നുണ്ടെങ്കിൽ അവിടെ ഫില്ലിങ് വെക്കാൻ നോക്കട്ടോ. പിന്നെ നമ്മളിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കളർ ചേഞ്ച് ആയി പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വാക്ക് ഉള്ളിലോട്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചിക്കൻ്റെ ഫില്ലിങ്ങും മസാല ചീസും ചെയ്തിട്ട് ഈ ഒരു ആകൃതിയിലാണ് മടക്കി വെക്കുന്നത്. അങ്ങനെ 8 ക്രീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഓയിൽ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഓയിലില്ലാണ്ടും ചെയ്യാം. അതിൽ ഇച്ചിരി ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതി. കുറച്ച് സമയം രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആട്ടോ. ക്രീപ്പ് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ആ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ജസ്റ്റ് മാവ് കലക്കിയിട്ട് ഒഴിച്ച് ജസ്റ്റ് ഫില്ലിങ്സ് റെഡിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ. നോമ്പുതുറ സമയത്തൊക്കെ ഫ്രൈഡ് ആയിട്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കാൻ നോക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്യാത്ത നല്ലൊരു റെസിപ്പി കേട്ടത്. ഈ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്താൽ മതി. പിന്നെ അതുപോലെ ഓയിലിന് പകരം ഇനി വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഈ ഒരു കളറാകുന്നവരെ തിരിച്ചു മറിച്ചിട്ട് കണ്ട് ഇതാക്കുക കേട്ടോ. ഫ്രൈ പാനിൽ നമ്മൾ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ കസ്റ്റേർഡ് ബൈറ്റ്സും അതുപോലെ തന്നെ ചിക്കൻ ടിക്കയുടെ ക്രീപ്പ് ബോക്സും ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്യൂട്ടി ഫ്രൂട്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി 2 ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡോയിലും മധുരത്തിൻ്റെ അളവ് കൂട്ടുക, കസ്റ്റാർഡിലും മധുരത്തിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ക്രീപ്പ് നല്ല അടിപൊളി ചിക്കൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള ക്രീപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.